അങ്ങനെ ആ ചാനലിൽ നിന്ന് പറഞ്ഞു വിട്ടത് കൊണ്ട് മാത്രമാണ് സ്വന്തമായിട്ട് ആഡ് ഫിലിം കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്ന് എറണാകുളത്ത് ഒത്തിരി പരസ്യചിത്ര നിർമ്മാണ കമ്പനികളില്ല. നിങ്ങൾക്കറിയാമല്ലോ, ടി വിയിൽ കാണുന്ന ഈ 30 സെക്കൻഡും 20 സെക്കൻഡും ഒക്കെയുള്ള പരസ്യങ്ങൾ അത് സംവിധാനം ചെയ്യുന്ന കമ്പനി, അത് നിർമ്മിക്കുന്ന കമ്പനി. അപ്പോൾ സ്വന്തമായിട്ട് അങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞ് റേഡിയോ പരസ്യങ്ങളും ടി വി പരസ്യങ്ങളും അങ്ങനെ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തു. വളരെ നല്ല രീതിയിൽ അതിന് തുടക്കം കിട്ടി. ഫെഡറൽ ബാങ്ക് പോലത്തെ സ്ഥാപനങ്ങൾ, അല്ലെങ്കിൽ ഒത്തിരി ബ്രാൻഡുകൾ, ധാത്രിയുണ്ട്, നിറവറയുണ്ട്, ജോൺസ് കൂടെയുണ്ട്, ലെൻസ് ആൻഡ് ഫ്രെയിംസ് ഉണ്ട്, അങ്ങനെ ഫ്രൂട്ടോമാൻസ്, അങ്ങനെ ഒത്തിരി പരസ്യങ്ങൾ ആ തുടക്കകാലത്ത് തന്നെ നമുക്ക് ഒരുപാട് അസറ്റ് ഹോംസും സ്കൈലൈൻ ബിൽഡേഴ്സും അങ്ങനെ എന്താ പറയുക, അങ്ങനെ ഒരു ഭയങ്കര ഭംഗിയായിട്ട് ചെയ്യാനും ചെയ്ത പരസ്യങ്ങൾ. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പരസ്യം നിങ്ങൾ ചെയ്തു, അത് ഹിറ്റായാലാണ് അടുത്ത പരസ്യം കിട്ടത്തുള്ളൂ. അപ്പോൾ ദൈവം സഹായിച്ച് ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന പരസ്യങ്ങളെല്ലാം വർക്കൗട്ട് ആവുന്നുണ്ട്, ക്ലയൻറ്റിന് അത് സെയിലിലേക്ക് കൺവേർട്ടഡ് ആവുന്നുണ്ട്. ഈ ആഡ് ഫിലിം ചെയ്യുന്നതിൻ്റെ ഒരു സുഖം ഞാൻ പയ്യെ അനുഭവിക്കാൻ തുടങ്ങി. കാരണം ഒരു ഉൽപ്പന്നം വിറ്റ് പോകാനായിട്ട് ഞാൻ കാരണമാവുകയാണ്. ഞാനൊരു വെറും കാരണമല്ല, ഒരു പ്രധാന കാരണമാവുകയാണ്. അതിപ്പോൾ ഒരു സോപ്പാകാം, മുഖം കഴുകുന്ന ഒരു ഫേസ് വാഷാകാം, ഫേസ് ക്രീമാകാം, മുടിയിൽ ഉപയോഗിക്കുന്ന എണ്ണയാകാം, ചൂടുന്ന കുടയാകാം, ഓടിക്കുന്ന വാഹനമാകാം, ഒരു ഇൻഷുറൻസ് ആകാം. അങ്ങനെ എല്ലാത്തരം മേഖലയിലും നമ്മൾ ഒരു കാരണമാവുകയാണ്. അപ്പോൾ അത് എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു സന്തോഷവും. മറ്റൊരു മേഖല ഡബ്ബിങ്ങിനൊപ്പം തന്നെ, ഡബ്ബിങ് ആ സമയത്ത് ഞാൻ പതുക്കെ ആഡ് ഫിലിം കുറച്ചും കൂടെ സജീവമായി, അല്ലു അർജുൻ്റെ ശബ്ദത്തിൽ കുറച്ചും കൂടെ എസ്റ്റാബ്ലിഷ്ഡ് ആയപ്പോൾ ഞാൻ പതുക്കെ ഡബ്ബിങ് ഇങ്ങനെ അവസാനിപ്പിച്ച് അല്ലുവിന് വേണ്ടി മാത്രമേ ഡബ്ബ് ചെയ്യുന്നുള്ളൂ എന്നുള്ള അവസ്ഥയിലേക്ക് എത്തി. അല്ലെങ്കിൽ ഞാൻ തന്നെ സംവിധാനം ചെയ്യുന്ന ആഡിൽ മാത്രമേ ഡബ്ബ് ചെയ്യുന്നുള്ളൂ. അതിനൊപ്പം ഈ ആഡ് ഫിലിം മേക്കിംഗ് എന്ന് പറഞ്ഞ പരിപാടി വളരെയധികം എൻജോയ് ചെയ്യുകയും ഒത്തിരി ക്ലയൻറ്റുകളും ഏജൻസികളും എന്നെ ട്രസ്റ്റ് ചെയ്യും. കേരളത്തിലുള്ളതും ഡൽഹിയിലുള്ളതുമായിട്ടുള്ള, ബോംബെയിലുള്ള കമ്പനികൾ, ചെന്നൈയിലുള്ള കമ്പനികൾ ഒക്കെ നമ്മളെ ട്രസ്റ്റ് ചെയ്തുകൊണ്ട് അവരുടെ പ്രൊഡക്റ്റുകൾ ഏൽപ്പിക്കുന്നു. അതെല്ലാം ദൈവം അനുഗ്രഹിച്ച് വർക്കൗട്ട് ആവുന്നു. അങ്ങനെ ഏതാണ്ട് 750-ഓളം പരസ്യങ്ങൾ ഇതിനോടകം എഴുതി, സ്വന്തമായിട്ട് തന്നെ എഴുതി. പുറമേ ഉള്ളവരുടെ സ്ക്രിപ്റ്റുകൾ അധികം ചെയ്തിട്ടില്ല, സ്വന്തമായിട്ട് തന്നെ എഴുതി സംവിധാനം ചെയ്യാനും സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ആഡ് ഫിലിമിൽ എപ്പോഴും നമ്മൾ ആലോചിക്കും, സിനിമയേക്കാൾ നമ്മൾ ഒരുപാട് പ്രീ പ്രൊഡക്ഷൻ ചെയ്യുന്ന സംഗതിയാണ് ഈ ആഡ് ഫിലിം എന്ന് പറയുന്നത്. കാരണം ആഡ് ഫിലിം റിപ്പീറ്റ് ഓഡിയൻസ് ആണല്ലോ. ഒരു സിനിമ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ പോലും നിങ്ങൾ തിയേറ്ററിൽ പോയിട്ട് 2 പ്രാവശ്യമേ കണ്ടിട്ടുണ്ടാവുള്ളൂ, അല്ലെങ്കിൽ 3 പ്രാവശ്യം. ആഡ് ഫിലിം അങ്ങനെയല്ല. ആഡ് ഫിലിം നമ്മൾ റിപ്പീറ്റഡ്ലി കാണുകയാണ്. ഇപ്പോൾ സീരിയൽ കാണുന്നവരാണെങ്കിൽ എല്ലാ ദിവസവും സീരിയലിൽ ആ പരസ്യം കാണാം. അങ്ങനെ ടി വിയിൽ ഇങ്ങനെ റിപ്പീറ്റഡ്ലി വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു മേക്കിങ്ങും കളറിങ്ങും അതിൻ്റെ ഒരു ലുക്ക് ആൻഡ് ഫീൽ തന്നെ ഭയങ്കര വ്യത്യാസമാണ്. ഇപ്പോൾ സിനിമയിൽ പോലും ഞങ്ങൾ അത്രയും പ്രീ പ്രൊഡക്ഷൻ എടുക്കില്ല. ഇപ്പോൾ ആഡ് ഫിലിമിലാണെങ്കിൽ ആ പ്രധാനപ്പെട്ട കഥാപാത്രം ഇടുന്ന ഡ്രസ്സ് എന്താണ്, അതിൻ്റെ ഫാബ്രിക് എന്താണ്, പിന്നിൽ വെച്ചിരിക്കുന്ന കേർട്ടൻ എന്താണ്, അതിൻ്റെ കളർ എന്താണ്, മുന്നിലെ പ്രോപ്പർട്ടീസ് എന്താണ്, അങ്ങനെ ഈച്ച് ആൻഡ് എവറിത്തിങ് ഓരോ ഫ്രെയിമും എഴുതി വെക്കും. അതുകൊണ്ട് തന്നെ ഒരു മുട്ടുസൂചി വേണമെങ്കിൽ പോലും ഞങ്ങളത് ഒരാഴ്ച മുമ്പ് ഞങ്ങളുടെ ലിസ്റ്റിലുണ്ടാവും. മുട്ടുസൂചി വേണം, ലൈറ്റർ വേണം, കാലിലിടുന്ന ചെരുപ്പ് ഇങ്ങനത്തെ ആയിരിക്കണം, ഈ കളർ ഉപയോഗിക്കാവൂ, നെയിൽ പോളിഷ്, നെയിൽ കളർ ഇതായിരിക്കണം, മേക്കപ്പ് മൊത്തം ടോൺ ഇങ്ങനെ ആയിരിക്കണം, അതെല്ലാം എവറിത്തിങ് എഴുതി വയ്ക്കും. അത് സിനിമ ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് എന്നെ സഹായിച്ചിട്ടുണ്ട്. എസ്പെഷ്യലി ആഡ് ഫിലിമിൻ്റെ സ്റ്റോറി ബോർഡ് വരയ്ക്കുക എന്ന് പറയുന്നത്. ഈ സ്റ്റോറി ബോർഡ് വരയ്ക്കുന്നത് ഭയങ്കര രസമുള്ള പരിപാടി. നമ്മുടെ ഉള്ളിൽ ഈ പാഷൻ ഉണ്ടെങ്കിൽ സ്റ്റോറി ബോർഡ് വരയ്ക്കുക എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എന്താ പറയുക, ഒരു 30 സെക്കൻഡുള്ള ഒരു പരസ്യം, ആ പരസ്യത്തിൽ 25 ഷോട്ട് ഉണ്ടെന്ന് വെച്ചോളൂ. ആ 25 ഷോട്ടും ഷൂട്ടിങ്ങിൻ്റെ ഒരു 15-20 ദിവസം മുൻപ് ഞാനും അതായത് സംവിധായകൻ ആരാണോ അയാളും ഈ സ്റ്റോറി ബോർഡ് ആർട്ടിസ്റ്റ് മാത്രമായിട്ടിരുന്ന് വരയ്ക്കുകയാണ്. ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇയാൾ ഇവിടുന്ന് സംസാരിക്കും, അപ്പോൾ അവരെവിടുന്ന് ഇങ്ങനെ പറയും, ഇവിടെ നിന്ന് ഇയാളുടെ ഷോൾഡറിൻ്റെ കുറച്ച് കാണണം, അവരുടെ ചെവിയുടെ കുറച്ച് ഇങ്ങനെ കാണണം, ഇതിൽ ബോഡി സജഷൻ എന്നൊക്കെ പറഞ്ഞാൽ കുറേ കാര്യങ്ങൾ ഈച്ച് ആൻഡ് എവറി ആംഗിൾ വരയ്ക്കുകയാണ്. അപ്പോൾ അന്ന് മുതൽ ഇത് വരച്ച് കിട്ടുമ്പോൾ മുതൽ ഒരു കുഞ്ഞിനെ പോലെ നമ്മുടെ കയ്യിൽ സ്റ്റോറി ബോർഡുണ്ട്. നമ്മൾ ഇതിനെ വളർത്തി വലുതാക്കുകയാണ്. സ്വപ്നത്തിൽ, നമ്മുടെ ഭാവനയിൽ, ഇമാജിനേഷനിൽ നമ്മളിതിനെ വളർത്തി വലുതാക്കി ഈ 10-15-20 ദിവസം കഴിയുമ്പോൾ ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ ഏറ്റവും മനോഹരമായ വേർഷനിലാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ 750 ആഡ് ഫിലിംസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഈ ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ അടുത്ത ഓപ്ഷൻ, പ്ലാൻ എ, പ്ലാൻ ബി, പ്ലാൻ സി, പ്ലാൻ ഡി എന്ന് പറയുന്നത്. ഇപ്പോൾ സിനിമയിൽ നിൽക്കുമ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ കൺസീവ് ചെയ്തപ്പോൾ വിൻഡോ അവിടെയായിരുന്നു. ഞാൻ വീട്ടിലിരുന്ന് സ്റ്റോറി ബോർഡ് എഴുതിയപ്പോൾ വിൻഡോ അവിടെയായിരുന്നു, വാതിൽ ഇവിടെയായിരുന്നു, ഇവിടെ കുറേ ചെടികളും മരങ്ങളൊക്കെ കാണാൻ പറ്റും. ഞാൻ റിയൽ ലൊക്കേഷനിൽ ചെല്ലുമ്പോൾ മനസ്സിലാക്കുകയാണ് ആ വിൻഡോ അവിടെയല്ല, അവിടെ അങ്ങനെ വിൻഡോയേ ഇല്ല, ഇവിടെ ഒരു വാതിലുണ്ട്, ഞാൻ ഉദ്ദേശിച്ച പോലെ ഇവിടെ പ്ലാൻസ് ഒന്നുമില്ല. അപ്പോൾ ടോട്ടലി
വേറൊരു ക്യാൻവാസിലാണ് ഞാൻ ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അവിടെ ഒരു കൺഫ്യൂഷൻ അടിച്ച് നിൽക്കാനുള്ള അവകാശം ആർക്കില്ല? സംവിധായകനില്ല. സംവിധായകന് കൺഫ്യൂഷൻ അടിക്കാനുള്ള അവകാശമില്ല, അതിനുള്ള സ്പേസ് ഇല്ല. സംവിധായകൻ കൺഫ്യൂഷൻ അടിച്ചാൽ തോറ്റുപോയവനാണ്. അവനൊരു മനുഷ്യൻ വില വയ്ക്കില്ല. ഒരു ഷോട്ട് കഴിഞ്ഞ് സാർ അടുത്ത ഷോട്ട് എന്താണ് എന്ന് എല്ലാവരും കൂടെ നമ്മുടെ മുഖത്തേക്ക് നോക്കി ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഈ കോസ്റ്റ്യൂമർ ആയാലും ആർട്ട് ഡയറക്ടർ ആയാലും ക്യാമറാമാൻ ആണെങ്കിലും ആർട്ടിസ്റ്റ് ആണെങ്കിലും ആ സമയത്ത് അല്ല, ഞാൻ ഷോട്ട് മറ്റേ ശ്രീനേട്ടൻ പറഞ്ഞ പോലെ നടി വെള്ളത്തിലേക്ക് ചാടുകയാണല്ലോ, ക്യാമറയും കൂടെ ചാടട്ടെ എന്ന് പറഞ്ഞ പോലെ നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു ഷോട്ട് കഴിഞ്ഞ് അടുത്ത ഷോട്ട് എന്താണെന്ന് ഒരു കൺഫ്യൂഷനും ഇല്ലാതെ ഇന്നോളം പറയാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സമ്പൂർണ്ണ ക്രെഡിറ്റ് എന്ന് പറയുന്നത് സ്റ്റോറി ബോർഡ് വരയ്ക്കാൻ എടുത്ത സമയങ്ങൾക്കാണ്. നമ്മൾ അറിഞ്ഞില്ല, ഇത്രയും പരസ്യങ്ങൾ എഴുതി അറിയാതെ വരച്ച് ഇത്രയും സ്റ്റോറി ബോർഡ്സ് നമ്മൾ വരച്ചു. അപ്പോൾ അത് ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് നമ്മളെ ഒരുപാട് സഹായിക്കുന്നുണ്ട്. എല്ലാ പരസ്യത്തിനും ഒരു ഹുക്ക് പോയിൻ്റ് ഉണ്ടാവും. നമ്മൾ പറയും, ചില ക്ലയൻസൊക്കെ നമ്മുടെ അടുത്ത് വന്നിട്ട് പറയും, ഈ ഞങ്ങളുടെ ഈ കാരണം ഈ പോയിൻ്റ് പറയണം, ഇത് പറയണം, ഞങ്ങൾക്ക് മറ്റേ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നു അത് പറയണം, ഞങ്ങളുടെ പ്രൊഡക്റ്റാണ് ഏറ്റവും നമ്പർ 1 അത് പറയണം, ഇത് ഇന്ത്യയിൽ ആദ്യമായി കണ്ടുപിടിച്ചത് ഞങ്ങളാണ്. അപ്പോൾ നമ്മൾ ചോദിക്കും, സാർ ഇതെല്ലാത്തിനും കൂടെ എത്ര സെക്കൻഡ് ഉണ്ട്? 30 സെക്കൻഡ്. 30 സെക്കൻഡിൽ നമ്മൾ എന്തെല്ലാം പറയും? അപ്പോൾ നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട്, 5 ബോൾ എടുത്തിട്ട് ഇങ്ങനെ എറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒറ്റ ബോളേ പിടിക്കുകയുള്ളൂ, ബാക്കി 4 എണ്ണവും പുറത്തു പോകും. അപ്പോൾ പല ക്ലയൻസിനോടും നമ്മൾ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുന്നൊരു കാര്യമാണ്, എന്താണോ നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒരു പരസ്യത്തിൽ ഇപ്പോൾ ടൂത്ത് പേസ്റ്റിൻ്റെ പരസ്യത്തിൽ എൻ്റെ ടൂത്ത് പേസ്റ്റിൽ ഉപ്പുണ്ട്, അതാണ് അതിൻ്റെ USP എന്ന് പറയുന്നത്. അത് മാത്രമേ പറയാവൂ. പല കാരണങ്ങൾ പറയാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ ഒന്നും നിങ്ങൾ കാഞ്ചീപുരം പട്ടിനെ കുറിച്ച് പറയുമ്പോൾ കാഞ്ചീപുരം പട്ടും ഈ ക്ലയൻറ്റുമായിട്ടുള്ള പ്രൊഡക്റ്റുമായിട്ടുള്ള കണക്ഷനെക്കുറിച്ച് മാത്രമേ പറയാവൂ. അവിടെ ഞങ്ങളുടെ കയ്യിൽ മറ്റേതുണ്ട് ഇതുണ്ട് അതിൻ്റെ കൂടെ ഇതുണ്ടെന്ന് പറഞ്ഞാൽ എല്ലാം കൂടെ ഇങ്ങനെ പലയിടത്ത് പടർന്നു പോവും, ഒന്നിലേക്കും ഒരു ശ്രദ്ധ ആൾക്കാർക്ക് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും നമ്മൾ നല്ല പരസ്യങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഇപ്പോഴും നമ്മുടെ പഴയ ബജാജ് ചേതകൻ്റെ പരസ്യവും ഉജാലയുടെ പരസ്യവും ബ്രൂ കോഫിയുടെ പരസ്യവും ടൈറ്റൻ്റെ പരസ്യവും റെയ്മണ്ട്സിൻ്റെ പരസ്യവും എയർടെലിൻ്റെ പരസ്യവും ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടി വരുന്നത് ആ സിംഗിൾ ഒരു ഒറ്റ മെസ്സേജ് അവരെല്ലാം കൊടുത്തിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നു ഒരു എപ്പിസോഡ് മലയാളത്തിൽ അല്ലെങ്കിൽ നമ്മളെല്ലാം പ്രിയപ്പെട്ട പരസ്യങ്ങളെന്ന് കരുതുന്ന ഒത്തിരി പരസ്യങ്ങളെക്കുറിച്ച് തന്നെ നമുക്ക് പിന്നീട് കുറച്ചും കൂടി വിശദമായിട്ട് സംസാരിക്കാൻ പറ്റും എന്നെനിക്ക് തോന്നുന്നു. അത്തരത്തിൽ പരസ്യചിത്ര സംവിധായകരെ കുറിച്ച് പറയുമ്പോൾ മറന്നു പോകാൻ പാടില്ലാത്ത ഒരു പ്രധാനപ്പെട്ട പേരാണ് രാജീവ് മേനോൻ. കണ്ടുകൊണ്ടേൻ മിൻസാരക്കനവ് പോലത്തെ വലിയ സിനിമകളുടെ സംവിധായകൻ, ബോംബെ പോലത്തെ സിനിമയുടെ ക്യാമറമാൻ, നമ്മുടെ ഹരികൃഷ്ണൻസിൽ മരിച്ചു പോകുന്ന ഗുപ്തൻ കുട്ടിയുടെ കഥാപാത്രം അഭിനയിച്ചിരിക്കുന്ന കല്യാണി മേനോൻ്റെ മകനായിരിക്കുന്ന പ്രിയപ്പെട്ട രാജീവ് മേനോൻ സാർ. അദ്ദേഹത്തിൻ്റെ ഒരു ഷോറിയിൽ കണ്ടിട്ടാണ് എനിക്കും പരസ്യങ്ങളോട് താല്പര്യം തോന്നുന്നത്. ഇത് കൊള്ളാമല്ലോ എന്നൊക്കെ തോന്നുന്നത്. അതേപോലെ മരിച്ചുപോയി നമ്മുടെ കേരളത്തിലുണ്ടായിരുന്ന മാത്യു പോൾ സാർ, മാത്യു പോൾ എന്ന് പറയുന്ന ഒരു പരസ്യചിത്ര സംവിധായകൻ, അദ്ദേഹത്തിൻ്റെ പരസ്യങ്ങളോട് തോന്നിയിരുന്ന ഒരു അദ്ദേഹത്തിൻ്റെ പരസ്യമാണ് അയ്യപ്പൻ്റെ അമ്മ നെയ്യപ്പൻ ചുട്ടു എന്നൊക്കെ പറഞ്ഞ് പോപ്പിക്കോട്ടയുടെ പരസ്യം. അദ്ദേഹത്തിൻ്റെ പരസ്യങ്ങൾ കാണുമ്പോഴൊക്കെയുള്ള ഒരു പ്രത്യേകതയുണ്ട്. ഈ പറയുന്ന വളരെ ലൗഡായിട്ട് പ്രൊഡക്ട്സിനെ കുറിച്ച് സംസാരിക്കും. അപ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും പരസ്യങ്ങളോടുള്ള ഭയങ്കരമായ അഭിനിവേശം കൊണ്ടാണ് ഞാനും ഈ മേഖല തിരഞ്ഞെടുക്കുന്നതും അത് ഇപ്പോഴും അതിങ്ങനെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്തു. അപ്പോൾ അതിൽ വന്നപ്പോൾ ഒരു മെച്ചം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനൊക്കെ തുടങ്ങുന്ന സമയത്ത് ഫിലിം ക്യാമറയിലാണ്. ഇപ്പം നിങ്ങൾ കാണുന്ന ഈ ഷൂട്ട് പോലും ഒരു ഡിജിറ്റൽ ക്യാമറയിലാണ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ 2006 തുടങ്ങുമ്പോൾ ഫിലിം ക്യാമറയിലാണ് ഒത്തിരി നാൾ, 2011-12 വരെയൊക്കെ ഞങ്ങൾ ഫിലിം ക്യാമറയിലാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഫിലിമിൽ സൂപ്പർ 16 എന്ന് പറഞ്ഞ ക്യാമറയുണ്ട്, അതിനെക്കുറിച്ച് പറയാം. സൂപ്പർ 16 എന്ന് പറഞ്ഞ ക്യാമറ നമ്മുടെ കേരളത്തിൽ പറഞ്ഞാൽ ഇപ്പോൾ ബിഗ് ബി പോലത്തെ സിനിമ ഷൂട്ട് ചെയ്തത് സൂപ്പർ 16 ക്യാമറയിലാണ്. അത് ഒരു താരതമ്യേന ചെറിയ ക്യാമറ, ഫിലിമിൻ്റെ തന്നെ ചെറിയ ക്യാമറയാണ്. പിന്നെ 435 എന്നൊക്കെ പറഞ്ഞ ക്യാമറ വന്നു. അപ്പോൾ ഈ ചില ദിവസങ്ങളിൽ നമുക്കിപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് എത്ര വേണേൽ ഷൂട്ട് ചെയ്യാം. അന്ന് 4 ക്യാൻ ഫിലിം ഉണ്ടാവും ഒരു ആഡ് ഫിലിം ഷൂട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ 5 ക്യാൻ ഫിലിം ഉണ്ടാവും. ഈ 5 ക്യാൻ ഫിലിം ഏതെങ്കിലും ഒരാളിപ്പോൾ നമ്മളുടെ അഴകിയ രാവണനിൽ തോന്നക്കൽ പഞ്ചായത്തിൽ അരി മുഴുവൻ പെറുക്കി എന്നൊക്കെ പറഞ്ഞ് ഇന്നസെൻ്റ് ഏട്ടൻ അഭിനയിക്കുന്ന പോലെ ആരെങ്കിലും വന്ന് നമ്മുടെ മലയാളത്തിൽ ഇപ്പോൾ ലോക്കലി അരി പെറുക്കിയ പോലെ അഭിനയിച്ചു കഴിഞ്ഞാൽ ഈ ഫിലിം തീരും. ഫിലിം തീർന്നാൽ നമുക്കൊന്നും ചെയ്യാനില്ല. പിന്നെ ഫിലിം തീർന്നു. ഇനി ഏതെങ്കിലും ഒരു സ്ഥലത്തുനിന്ന് ഫിലിം കൊണ്ടുവന്നാൽ മാത്രമേ ഇത് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇന്ന് അങ്ങനെ അല്ലല്ലോ. നമുക്കിതിന് ഏത് പാതിരാത്രി ആയാലും ഇതിങ്ങനെ ഓടിക്കൊണ്ടിരിക്കും, എത്ര വേണേൽ ഷൂട്ട് ചെയ്യാം. അപ്പോൾ അന്ന് ഈ അളന്ന് മുറിച്ച് ഷോട്ട് ഡിവൈഡ് ചെയ്തതിൻ്റെ ഒരു എക്സ്പീരിയൻസും ഉണ്ട്. അപ്പോൾ
ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാമെന്ന് അറിയില്ല, ഇപ്പോൾ ഒരു ക്യാൻ ഫിലിം എന്ന് ഞാൻ പറഞ്ഞല്ലോ, ഇത്ര ഉണ്ടാവും ഒരു ക്യാൻ, ഒരു വലിയ ചോറ്റും പാത്രത്തേക്കാൾ അല്പം കൂടെ കുറച്ചും കൂടെ വലുത്. അപ്പോൾ അതിനകത്താണ് ഈ ഫിലിം ഉള്ളത്. ഒരു ക്യാൻ ഫിലിം 4 മിനിറ്റ് ഓടിയാൽ ഇത് തീർന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ 4 ക്യാൻ ഫിലിമാണ് നിങ്ങൾക്ക് ഇന്ന് ദിവസം ഉള്ളതെങ്കിൽ 16 മിനിറ്റ് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫിലിം തീർന്നു. വേറെ ആർക്കും പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല, പുറമേ നിന്ന് കൊണ്ടുവരാതെ വേറെ മാർഗ്ഗമില്ല. ഞാൻ ആദ്യം സൂചിപ്പിച്ച സൂപ്പർ 16 എന്ന് പറഞ്ഞ ക്യാമറയാണെങ്കിൽ അത് 4 മിനിറ്റിന് പകരം 6 മിനിറ്റ് വരെ ഓടും. അതുകൊണ്ടാണ് കമ്പാരിറ്റീവ്ലി ഇച്ചിരി ബജറ്റ് കുറഞ്ഞ സിനിമകളൊക്കെ ഈ സൂപ്പർ 16 ക്യാമറയിൽ ഷൂട്ട് ചെയ്തത്. പിന്നീട് അത് മാറി. അപ്പോൾ അന്ന് ആഡ് ഫിലിം ചെയ്യുന്ന ക്യാമറമാന്മാർ എറണാകുളത്തില്ല. 2006 ഞാൻ തുടങ്ങുമ്പോൾ 1-2 പേര് അല്ലെങ്കിൽ കൂടിപ്പോയ 3 പേര്, അമൽ നീരദും ഷൈജുവും സമീറും ഒന്നും വന്നിട്ടില്ല. അതായത് അവർ ആഡ് ഫിലിമിലേക്ക് വന്നിട്ടില്ല. അപ്പോൾ അന്ന് ഞങ്ങൾ വർക്ക് ചെയ്തിരുന്നത് ഈ പറഞ്ഞ തിരുസാറ്, അല്ലെങ്കിൽ PS വിനോദ്, മണികണ്ഠൻ, രവി കെ ചന്ദ്രൻ എന്ന് പറയുന്നത്തെ വലിയ വലിയ ക്യാമറമാന്മാരുടെ കൂടെ വർക്ക് ചെയ്യാനുള്ള ഒരു ഭാഗ്യം, അല്ലെങ്കിൽ ഒരു വർക്കോ 2 വർക്കോ അല്ല, ഒത്തിരി വർക്കുകൾ. അതിനുശേഷമാണ് എറണാകുളത്തു നിന്നുള്ള പ്രത്യേകിച്ച് എറണാകുളത്ത് താമസിക്കുന്ന ഈ അമലിനെ പോലത്തെയും സമീറിനെ പോലത്തെ, മധു നീലകണ്ഠനെ പോലത്തെ, ജോമോനെ പോലത്തെ, ഷൈജു ഖാലിദിനെ പോലത്തെ ക്യാമറമാന്മാർ വന്നത്. അപ്പോൾ ഓഫ് കോഴ്സ് ഈ ബോംബെയിൽ നിന്നും ചെന്നൈയിൽ നിന്നും വന്നിരുന്ന ആൾക്കാരുടെ വരവൊന്ന് കുറഞ്ഞു. നമ്മുടെ ഇവിടുത്തെ സിനിമാട്ടോഗ്രാഫേഴ്സ് കൂടി. സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, കുവൈറ്റ്. സഞ്ചാരം വോള്യം നമ്പർ 20. ഫുൾ HD-യിലുള്ള അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222. ഏതൊക്കെ പരസ്യങ്ങളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിറവറയ്ക്ക് വേണ്ടിയിട്ട് ഏതാണ് 100 ചില്ലാനം പരസ്യങ്ങൾ ചെയ്തു. ധാത്രി എന്ന് പറഞ്ഞ ബ്രാൻഡ് നിങ്ങൾക്കറിയാം, അതിനുവേണ്ടി 100ഓളം പരസ്യങ്ങൾ ചെയ്തു. അപ്പോൾ ഒരു കാര്യം കൂടെ പറയണം, ഈ ധാത്രി എന്ന് പറയുന്നത് ഡോക്ടർ സജികുമാർ എന്ന് പറഞ്ഞ ഒരു ഡോക്ടറുടെയാണ്. അപ്പോൾ ഞാനും ഡോക്ടറുമായിട്ടുള്ള ഒരു സൗഹൃദത്തിൽ നിന്ന് ഉടലെടുത്തതാണ് എൻ്റെ ആദ്യത്തെ സിനിമ. എൻ്റെ ആദ്യത്തെ സിനിമയുടെ നിർമ്മാതാവും ഡോക്ടർ സജികുമാറായിരുന്നു. ധാത്രി ആയുർവേദയുടെ ഓണറായിരിക്കുന്ന ഡോക്ടർ സജികുമാർ. പിന്നെ ലെൻസ് ആൻഡ് ഫ്രെയിംസ്, സ്കൈലൈൻ ബിൽഡേഴ്സ്, അസറ്റ് ഹോംസ്, ഫ്രൂട്ടോമാൻസ്, ഫെഡറൽ ബാങ്ക്, അങ്ങനെ പറഞ്ഞാൽ ജയലക്ഷ്മി ടെക്സ്റ്റൈൽസ്, ഒത്തിരി ഇതുണ്ട്. അതിനകത്ത് ഞാൻ ഇപ്പോൾ എല്ലാം ഡോക്യുമെൻ്റ് ചെയ്യപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പ്രത്യേകിച്ച് ഈ സഫാരിയിൽ ഇത്രയും നല്ലൊരു പ്ലാറ്റ്ഫോമിലിരിക്കുന്നത്. അപ്പോൾ 1-2 അടുത്ത് പറഞ്ഞ കഥയാണെങ്കിലും രസകരമായ ഒരു ആഡ് ഫിലിം ഓർമ്മ പറയാം. നിറവറയ്ക്ക് വേണ്ടിയിട്ട് മോഹൻലാൽ സാറ് ബ്രാൻഡ് അംബാസിഡർഷിപ്പ് സൈൻ ചെയ്യുന്നു. ഞാൻ അന്നോളം മോഹൻലാൽ സാറിനെ അടുത്ത് കണ്ടിട്ടില്ല, സംസാരിച്ചിട്ടില്ല. അപ്പോൾ എന്നോട് പറയുന്നു, മോഹൻലാൽ സാറിൻ്റെ അടുത്ത് പോയി പറഞ്ഞ് കഥ കേൾപ്പിക്കണം. മോഹൻലാൽ സാറ് മംഗലാപുരത്ത് ഒരു സിനിമ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സിനിമയുടെ പേര് കായംകുളം കൊച്ചുണ്ണി. അങ്ങനെ ഞാൻ മോഹൻലാൽ സാറിൻ്റെ മാനേജറെ വിളിക്കുന്നു. അപ്പോൾ മാനേജർ പറയുന്നു, നിങ്ങൾ നാളെ രാവിലെ കറക്റ്റ് 8 മണിക്ക് ഇന്ന് ക്ലാസിക്സ് എന്ന് മറ്റുമാണ് പേര്, ഈ ഹോട്ടലിൻ്റെ ലോബിയിലുണ്ടാവണം, സാറിനെ മീറ്റ് ചെയ്യണം, കഥ കേൾപ്പിക്കണം. ഞാനിവിടുന്ന് ട്രെയിൻ കയറി പോകുന്നു. മംഗലാപുരത്ത് തൊട്ടടുത്തൊരു ഹോട്ടലിൽ താമസിക്കുന്നു. രാവിലെ കറക്റ്റ് 7:55 ആയപ്പോൾ ഞാൻ ലോബിയിൽ റെഡിയാണ്. കറക്റ്റ് 8:05 ആയപ്പോൾ എനിക്ക് കേൾക്കാം ഫുഡ് സ്റ്റെപ്സ് ഇങ്ങനെ ദൂരെ നിന്ന് വരുന്നു. അപ്പോൾ എൻ്റെ ചങ്കിടിപ്പ് കൂടുകയാണ്. മലയാളത്തിൽ ഞാൻ ഏറ്റവും അധികം ആരാധിക്കുന്ന ഒരു നടൻ, ലോകത്തിലെ തന്നെ ഏറ്റവും റിഫൈൻഡ് ആക്ടർ എന്ന് ഞാൻ വിളിക്കുന്ന ഒരു ആക്ടർ, അത്രയും തന്നെ ഒരു വലിയ സ്പിരിച്വൽ ഹ്യൂമാൻ ബീയിങ്, ഇദ്ദേഹത്തെ ഞാൻ മീറ്റ് ചെയ്യാൻ പോവാണ് ആദ്യമായി. ഇതുവരെ അടുത്ത് സംസാരിച്ചു, ഷെയ്ക്ക് ഹാൻഡ് പോലും കൊടുത്തിട്ടില്ല. നടന്നു വരുന്നു, അടുത്തെത്തി. ലോബിയിൽ വേറെ ആരുമില്ല. നേരം വെളുത്ത് 8 മണി ആയിട്ടുള്ളൂ. നടന്നു വന്നു. കറക്റ്റ് എന്നെ ഇങ്ങനെ നോക്കിയിട്ട് വെച്ചു, നിങ്ങളാണോ എന്ന് ചോദിച്ചു. ഞാൻ അതെ സാർ, വരൂ ചെന്നു. അത് പറഞ്ഞു, മോനെ ഇവിടുന്ന് 1.5 മണിക്കൂറോളം ദൂരമുണ്ട് ലൊക്കേഷനിലേക്ക്. അപ്പോൾ മോൻ എൻ്റെ കൂടെ ഒരു കാര്യം ചെയ്യൂ, എൻ്റെ വണ്ടിയിൽ കയറൂ, പോകുന്ന പോക്കിൽ നമുക്ക് അങ്ങോട്ട് കഥ കേട്ട് പോവാം. ശരി സാർ, സന്തോഷം. എൻ്റെ ചങ്കിടിപ്പ് ഇത് കേൾക്കുന്ന എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് അറിയില്ല കേട്ടോ, ഭയങ്കര ചങ്കിടിപ്പാണ്. അങ്ങനെ ഒരു ഇന്നോവ കാർ നിർത്തിയിട്ടിരിക്കുന്നു. ആ ഇന്നോവയുടെ ബക്കറ്റ് സീറ്റ്സാണ്. ഡ്രൈവറുടെ പുറകിലുള്ള സീറ്റിൽ ഞാൻ കയറുന്നു, ഇപ്പുറത്തെ സീറ്റിൽ ലാൽ സാർ കയറുന്നു, മുമ്പിൽ വേറൊരാൾ കയറുന്നു, ഡ്രൈവർ കയറി. വണ്ടി എടുക്കാൻ തുടങ്ങി. മോഹൻലാൽ സാർ ഇങ്ങനെ മൊത്തം നോക്കിയിട്ട്, മോനെ ഈ വണ്ടിയിൽ മുഴുവൻ കൊതുകാണല്ലോ എന്ന് പറഞ്ഞു. ഞാനിങ്ങനെ ഞെട്ടിപ്പോകുന്നു. ശരിയാണ്, വണ്ടിയിൽ നിറച്ച് കൊതുക. അപ്പോൾ ഈ ഡ്രൈവർ പറഞ്ഞു, സാർ ഞാൻ ഇന്നലെ ചില്ല് തുറന്നിട്ടിട്ടാണ് കിടന്നത് വണ്ടിയിൽ, അതുകൊണ്ടായിരിക്കും. അയ്യോ മോന് റൂം കിട്ടിയില്ലേ, അതുകൊണ്ടാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്.
അങ്ങനെ അപ്പം പറഞ്ഞു ജിസ് ഒരു കാര്യം ചെയ്യൂ, ചില്ല് താഴ്ത്തിയിട്ടുള്ളൂ, വണ്ടി പോയിക്കോട്ടെ, അപ്പോൾ കൊതുകെല്ലാം ഇറങ്ങി പോയിക്കോളും എന്നൊക്കെ പറഞ്ഞ് വണ്ടി പോകുന്നു. കുറച്ച് നേരം കഴിഞ്ഞ് അദ്ദേഹം ഭാര്യയെ ഫോൺ ചെയ്യുന്നു, വളരെ റൊമാൻറ്റിക്കായി ഭാര്യയോട് സംസാരിക്കുന്നു, നമുക്ക് കൊതി തോന്നുന്ന രീതിയിൽ ടച്ച് വുട്ട് അങ്ങനെ സംസാരിക്കുന്നു. അപ്പോൾ നമ്മളിങ്ങനെ അറിയാലോ മോഹൻലാലിനെ അടുത്ത് കണ്ടതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും ഇതെല്ലാം കൂടെയായിട്ട് വല്ലാതെ നിൽക്കുന്നു. പോകെ എന്നോട് കഥ ചോദിക്കുന്നു, ഞാൻ കഥകൾ ഓരോന്നായി പറയുന്നു. ഏതാണ്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ വന്ന കാര്യം കഴിഞ്ഞു, കഥ പറഞ്ഞു കഴിഞ്ഞു, അദ്ദേഹം കൺവിൻസ്ഡായി, എന്ന് ഷൂട്ട് ചെയ്യാം എന്ന് വരെ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു മോൻ എപ്പോഴാണ് ട്രെയിൻ? ഞാൻ പറഞ്ഞു രാത്രി 11:45 12 മണിക്കോ ആണ് സാർ. ഓക്കെ, അപ്പോൾ ഒരു കാര്യം ചെയ്യൂ, വേറെ പോയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ ഇപ്പോൾ? ഞാൻ പറഞ്ഞു ഇല്ല സാർ, വേറെ ഒന്നും ചെയ്യാനില്ലെന്ന്. എന്നാൽ ലൊക്കേഷനിലേക്ക് വരൂ, എൻ്റെ ഈ ഇത്തിക്കര പക്കി എന്ന് പറയുന്ന ഒരു കഥാപാത്രമാണ്. ഞാൻ പറഞ്ഞു സാർ അറിയാം സാർ. എങ്ങനെ അറിയാം? അല്ല ഞാൻ വായിച്ചു, മാത്രമല്ല ഇതിൻ്റെ റൈറ്റേഴ്സ് ബോബി സഞ്ജയ് എൻ്റെ അടുത്ത സുഹൃത്തുക്കളാണ്, അവരുടെ പടമാണ് ഞാൻ അടുത്ത് ചെയ്യാൻ പോകുന്ന പടം. ഓ അത് ശരി, മാത്രമല്ല സാർ വേറൊരു കണക്ഷൻ കൂടിയുണ്ട്. എന്താ അത്? ഞാൻ പറഞ്ഞു കായംകുളം കൊച്ചുണ്ണി എന്ന് പറയുന്ന ഒരു വളരെ പോപ്പുലർ സീരിയലായിരുന്നു. എനിക്കറിയാം, അതിൽ കായംകുളം കൊച്ചുണ്ണിയുടെ ശബ്ദം എൻ്റേതായിരുന്നു. അപ്പോൾ 1000 എപ്പിസോഡ് ഞാൻ ഡബ് ചെയ്തതാണ്. അതിനകത്ത് എത്തിക്കര പക്കിയെല്ലാം വന്നു പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാ ചാപ്റ്റേഴ്സും എനിക്കറിയാം. അയ്യോ അങ്ങനെ ഒരു കഥയുണ്ടോ മോനെ? അങ്ങനെയാണൊരു കാര്യം ചെയ്യൂ, എൻ്റെ അറ്റേറിൽ ആ കോസ്റ്റ്യൂമിൽ കണ്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല സാർ കണ്ടിട്ടില്ല. അതിലും ഒരു കാര്യമുണ്ട്, എൻ്റെ ആദ്യത്തെ സിനിമയുടെ കോസ്റ്റ്യൂമർ തന്നെയാണ് ഈ കായംകുളം കൊച്ചുണ്ണിയുടെ കോസ്റ്റ്യൂം ആണോ? അപ്പം നിങ്ങൾ നിർബന്ധമായും എൻ്റെ കോസ്റ്റ്യൂം കാണണം, വരൂ എന്ന് പറഞ്ഞു. നേരെ ചെല്ലുന്നു, കാരവണിലേക്ക് കയറ്റി. അവിടെ വെച്ച് അദ്ദേഹം പറയുന്നു ഞാൻ മേക്കപ്പ് തുടങ്ങട്ടെ എന്ന് പറയുമ്പോൾ ഞാൻ പറയും സാർ തിരക്കിലാവുന്നതിന് മുമ്പ് ഞാൻ ഒരു ഒറ്റ കാര്യം, കിരീടം എന്ന് പറയുന്ന സിനിമയുടെ തിരക്കഥാ ബുക്ക് എടുത്ത് അദ്ദേഹത്തിന് കൊടുത്തിട്ട് പറഞ്ഞു ഒരു ഓട്ടോഗ്രാഫ് എഴുതി തരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഈ തുറന്നു നോക്കി, വൈ കിരീടം, എന്തുകൊണ്ടാണ് കിരീടം? ഞാൻ പറഞ്ഞു തൻ്റെ കയ്യിൽ കിരീടത്തിൻ്റെ തിരക്കഥാ ബുക്ക് മാത്രമേ ഉള്ളൂ? ഞാൻ പറഞ്ഞല്ല, എൻ്റെ ഒത്തിരി ഉണ്ട്. ഏതെല്ലാം ഉണ്ട്? ഞാൻ പറഞ്ഞു ശ്രീനിയേട്ടൻ്റെ ചിന്താവിഷ്ടയായ ശ്യാമളയുണ്ട്, പത്മരാജൻ സാറിൻ്റെ എല്ലാ തിരക്കഥയുണ്ട്, ലോയ് സാറിൻ്റെ എല്ലാ തിരക്കഥയുണ്ട്, ബ്ലസ്സി സാറിൻ്റെ എല്ലാ തിരക്കഥയുണ്ട്. മോനെ അതാ ചോദിച്ചേ, വൈ കിരീടം ചോദിച്ചു. ഞാൻ പറഞ്ഞു സാർ എൻ്റെ ജീവിതത്തിൽ എന്നെ ഏറ്റവും സ്വാധീനിച്ച സിനിമ ഏതാണെന്ന് ചോദിച്ചാൽ അത് കിരീടമാണ്. സ്വാധീനിച്ച മറ്റു പടങ്ങളെക്കുറിച്ച് ചോദിച്ചാൽ എനിക്ക് നമ്പർ 2 നമ്പർ 3 ഒക്കെ ഉണ്ട്. ഇപ്പോൾ സ്ഫടികം അങ്ങനെ സ്വാധീനിച്ചൊരു സിനിമയാണെന്ന് പറയാം. പക്ഷേ ഏറ്റവും മികച്ചതായിട്ട് സ്വാധീനിച്ച സിനിമ ചോദിച്ചാൽ അത് കിരീടമാണ്. അതിൻ്റെ കാരണം ഇത് എഴുതിയിരിക്കുന്നത് ഞാൻ ലോകത്തിൽ ഏറ്റവും അധികം സ്നേഹിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ലോയ് സാറാണ്. പിന്നെ ഇതിൻ്റെ ഓരോ മുഹൂർത്തങ്ങളും അങ്ങനെ തെറ്റ് ചെയ്യാതെ ജീവിക്കണം ഈ ലോകത്ത് എന്നെ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പഠിപ്പിച്ച സിനിമ കിരീടമാണ്. ഒരച്ഛൻ്റെ സ്വപ്നങ്ങൾ തകർന്ന് താറുമാറാവുന്നത് മകനെക്കുറിച്ചുള്ള, മകനും അതിലേറെ സ്വപ്നങ്ങളുണ്ട്, അതെല്ലാം താറുമാറാവുന്നത് ഈ അച്ഛൻ്റെ ഒരു പെരുമാറ്റത്തിൽ നിന്നാണ്. MLAയുടെ മകൻ്റെ വണ്ടി പാർക്ക് ചെയ്തിട്ടിരിക്കുന്നു. നോർമലായിട്ട് പോയിട്ട് ആ വണ്ടി ഒന്ന് മാറ്റണം കേട്ടോ, ഇത് പാർക്കിംഗ് ഇടാൻ അനുവദിക്കുന്ന സ്ഥലമല്ല എന്ന് പറയുന്നതിന് പകരം വണ്ടി എടുത്ത് മാറ്ററാ, ഞാൻ MLAയുടെ മോൻ എന്താടാ പ്രത്യേക നിയമമുണ്ടോ, വണ്ടി മാറ്ററാ എന്ന് തിലകൻ ചേട്ടൻ പറയുന്നു. ആ അച്ഛൻ്റെ പെരുമാറ്റം തെറ്റാണോ? അല്ല, ഒരിക്കലുമല്ല. ശരിയാണോ? ശരി മാത്രമാണ്. പക്ഷെ പറഞ്ഞ രീതി ഇച്ചിരി കൂടിപ്പോയി. അച്ഛൻ്റെ പെരുമാറ്റത്തിൽ നിന്നാണ് മകൻ്റെ ജീവിതവും ആ കുടുംബം വഴിയാധാരായി പോകുന്നത്. അപ്പോൾ ആളുകളോട് പെരുമാറുമ്പോൾ ഒരു ചെറിയ തെറ്റ് പോലും നിങ്ങളുടെ ജീവിതത്തെ വളരെ വലിയ രീതിയിൽ ദിശമാറ്റി വിടും എന്നെ പഠിപ്പിച്ചത് കിരീടം എന്ന് പറയുന്ന സിനിമയാണ് സാർ. പുള്ളി ഇങ്ങനെ നോക്കിയിരുന്നു, ഇങ്ങനെ ഷോൾഡറിൽ തട്ടി പറഞ്ഞു ഞാൻ എഴുതാം. എൻ്റെ ആ തിരക്കഥാ ബുക്കിൽ എഴുതി പ്രിയപ്പെട്ട ജിസ്സിന് സ്നേഹത്തോടെ പ്രാർത്ഥനകളോടെ മോഹൻലാൽ. എൻ്റെ വീട്ടിലേക്ക് കയറുമ്പോൾ അത് ഞാൻ ആദ്യം വെച്ചിരിക്കുന്ന ഒത്തിരി ഫോട്ടോസ് ഉണ്ടായിരുന്നു, ആദ്യം ഫ്രെയിമിട്ട് വെച്ചിരിക്കുന്ന ഫോട്ടോ ഇതാണ്. അതിൽ 3 കാരണങ്ങളാണ്. ഒന്ന്, എഴുതിയത് എൻ്റെ പ്രിയപ്പെട്ട ആക്ടർ, ഈ ഓട്ടോഗ്രാഫ് എഴുതിയത്. രണ്ടാമത്, ഈ പുസ്തകം എഴുതിയിരിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട ലോയ് സാറ്. മൂന്നാമത്തെ, എൻ്റെ ജീവിതത്തിൽ ഏറ്റവും അധികം സ്വാധീനിച്ച സിനിമ. ആ അർത്ഥത്തിൽ അങ്ങനെ പുള്ളി പറഞ്ഞു ഞാനിനി മേക്കപ്പ് ചെയ്യട്ടെ. ഞാൻ പറഞ്ഞു ശരി സാർ, സന്തോഷം, ഞാൻ വെയിറ്റ് ചെയ്തോളാം. മോനെ എന്നെ കണ്ടിട്ടേ പോകാം കേട്ടോ. ഞാൻ പറഞ്ഞില്ല സാർ, ഉറപ്പായിട്ടും സാറിൻ്റെ അറ്റയർ കണ്ടിട്ടേ പോകുന്നു. കാരവണിയിൽ നിന്ന് ഇറങ്ങി നടക്കുന്നു. ഒരു 100 മീറ്റർ നടക്കുമ്പോൾ ഒരു വലിയ ഒരു മൈതാനം, ആ മൈതാനത്ത് ഫുൾ കടകൾ സെറ്റിട്ട് വെച്ചിരിക്കുകയാണ്. ഒരു 500-500ഓളം ആൾക്കാർ അവിടെ ചുറ്റുമുണ്ട്. ഒരു നടുക്കൊരു ആൽമരമുണ്ട്. ആ ആൽമരത്തിന് മുകളിൽ ഒരാളെ തലകീഴായി കെട്ടിയിട്ടിട്ടുണ്ട്. ഞാൻ ചെന്ന് ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് എനിക്കത് മനസ്സിലായത്, അത് നിവിൻ പോളിയാണ്. നിവിൻ പോളിനെ കാലിൽ കെട്ടി തല കീഴാക്കി ഇട്ടിരിക്കുകയാണ്.
അപ്പോൾ അവിടെ ഇടവേള ബാബു ചേട്ടൻ അങ്ങനെ ഒത്തിരി പേരുണ്ട്. ഞാൻ അവരോടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു 3/4 മണിക്കൂറോ 1 മണിക്കൂറോ കഴിഞ്ഞപ്പോൾ ലാൽ സാറ് വന്ന് ഇറങ്ങുന്നു. ലാൽ സാറിനെ നേരെ ലാൽ സാർ നോക്കുന്നു. റോഷൻ ആൻഡ്രൂസ് അദ്ദേഹത്തിന് ഷോട്ട് പറഞ്ഞു കൊടുക്കുന്നു. വലിയ ഷോട്ടാണ്. ഹിന്ദി ക്യാമറമാനാണ്, വലിയ 19 മറ്റേ ലഗാനൊക്കെ ചെയ്ത ക്യാമറമാനാണ്. അങ്ങനെ കുതിരപ്പുറത്ത് ലാൽ സാറ് വന്ന് ഇറങ്ങുന്നൊരു ഷോട്ടാണ്. കുതിരപ്പുറത്ത് ലാൽ സാറ് കയറുന്നു. അപ്പോൾ ഈ മരം പോലെ ഇരിക്കുന്ന കോസ്റ്റ്യൂം, ഈ മരവുരി എന്നൊക്കെ നമ്മൾ പറയത്തില്ല, അങ്ങനത്തെ ഒരു കോസ്റ്റ്യൂം അതുവിട്ട് കുതിരപ്പുറത്ത് ചാടി കയറലും ചാടി ഇറങ്ങലൊന്നും അത്ര പ്രാക്ടിക്കലല്ല, അത്ര എളുപ്പമല്ല. അപ്പോൾ അങ്ങോട്ട് കയറിയപ്പോൾ പുള്ളി സ്റ്റൂളൊക്കെ ഇട്ട് കയറി. അപ്പോൾ ഞാൻ ആലോചിക്കുന്നുണ്ട്, ഈ കുതിരപ്പുറത്ത് നിന്ന് ഇറങ്ങി ഡയലോഗ് പറയണമല്ലോ, അതെങ്ങനെ പറയും? റിഹേഴ്സൽ ചെയ്ത പോലെ അല്ലല്ലോ. അങ്ങനെ ടേക്ക്. അപ്പോൾ ജിമ്മി ജിപ്പ് എന്ന് പറയുന്ന വലിയ എക്യുപ്മെൻറ്റിലാണ് ഒരു ക്യാമറ, അങ്ങനെ 3-4 ക്യാമറകളുണ്ട്. ലാൽ സാറ് ഫസ്റ്റ് ഷോട്ടിൽ തന്നെ നല്ല വെയിലായിട്ട് 11:45 ആയപ്പോഴത്തേക്കും കുതിരപ്പുറത്ത് ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ട് നിർത്തുന്നു. മുകളിലേക്ക് നിവിൻ പോളിയെ നോക്കുന്നു, തോക്കെടുത്ത് ഇങ്ങനെ പിടിച്ച് എന്തോ ഒരു ഡയലോഗ് പറയുന്നു. ചാടി ഇതിൽ നിന്ന് ഇറങ്ങി മുന്നോട്ട് വന്ന് വീണ്ടും മുന്നോട്ട് വന്നൊരു ഡയലോഗ് പറയുന്നു. കട്ട് പറയുമ്പോൾ മൊത്തം ഇത്രയും ഈ ഫ്രെയിമിൽ അഭിനയിക്കാതെ നിൽക്കുന്നവരെല്ലാവരും കൂടെ കൈയടിക്കുകയാണ്. അത്രയും പേര് കൈയടിക്കുക, ഭയങ്കര കൈയടി. ഞാനും കൈയടിച്ചു. എന്താ അത്? അപ്പോൾ ലാൽ സാർ ചോദിക്കുന്നുണ്ട്, മോനെ ഓക്കെ ആണോ? അപ്പോൾ അവിടെ നിന്ന് ദൂരെ നിന്ന് പറയാം, ഓക്കെയാണ് സാർ. ഒന്നുകൂടെ നോക്കണം മോനെ. വേണ്ട സാർ, ഓക്കെയാണ് സാർ, ഇത് ഓക്കെയാണ്. ശരി. പുള്ളി അപ്പം ഇങ്ങനെ ഈ ആൾക്കൂട്ടത്തിൽ ആരെയോ തിരയുന്നുണ്ട്. ഉറപ്പായിട്ട് എനിക്കറിയാം അത് കൊട ചൂടി കൊടുക്കുന്ന ഒരാളെയോ അദ്ദേഹത്തിൻ്റെ മേക്കപ്പിൻ്റെ ആളെയോ മാനേജറോ അങ്ങനെ ആരെങ്കിലുമൊക്കെ ആയിരിക്കും. ഒരു കാരണവശാലും എന്നെ അല്ല എന്നുള്ളത് 100% എൻ്റെ ബുദ്ധിമണ്ഡലത്തിന് അറിയാം. അങ്ങനെ ഞാനിങ്ങനെ നിൽക്കുമ്പോൾ ലാൽ സാർ ഇങ്ങനെ നോക്കി കറക്റ്റ് എൻ്റെ കൂടെ നേരെ നോക്കിയിട്ട് ഞാൻ ദൂരെ നിൽക്കുന്നത് കൈ കാണിച്ചു. അപ്പോൾ ഞാൻ ബാക്കോട്ട് തിരിഞ്ഞ് നോക്കി. അപ്പോൾ കാണിച്ച് തന്നെ വരൂ എന്നുണ്ട്. അപ്പോൾ ഞാൻ എന്നെയാണോ സാർ? പിന്നെ ആരെയാണെന്നുകൊണ്ട് ഞാൻ നേരെ ചെല്ലുന്നു. അപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല, ലാൽ സാറ് ഞാൻ പോയില്ലെന്നുള്ള കാര്യമൊക്കെ ഓർക്കുന്നുണ്ടെന്നൊക്കെ ഉള്ളത്. അവിടെ ഓടിച്ചെന്ന്, എങ്ങനെയുണ്ടായിരുന്നു മോനെ, കണ്ടായിരുന്നോ? ഞാൻ പറഞ്ഞു, സാർ എല്ലാവരും ക്ലാപ്പ് അടിച്ചില്ലേ സാർ? ഞാനും അടിച്ചു. എന്താ പറയാനുള്ളത്? ഫസ്റ്റ് ഷോട്ട് തന്നെ ഓക്കെ അല്ലേ സാർ? അതേ, നമ്മൾ ഈ കുതിരപ്പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ സൂക്ഷിക്കണം അല്ലേ, ഇത്രയും ഹൈറ്റുള്ള കുതിരയല്ലേ എന്നൊക്കെ പറഞ്ഞാൽ സാറേ ഞാനും ആലോചിക്കുമായിരുന്നു ഈ കോസ്റ്റ്യൂമൊക്കെ ഇട്ട് എങ്ങനെയാണ് സാറ്? മോനെ അപ്പോൾ മോൻ തിരിച്ചു പോവല്ലേ? ഞാൻ പറഞ്ഞു അതെ. എന്നാൽ ഡയറക്ടറെ ഒന്ന് കണ്ടിട്ട് പോകൂ. ഞാൻ പറഞ്ഞു ഡയറക്ടർ എൻ്റെ സുഹൃത്താണ്. എന്നിട്ടാണോ കാണാതെ പോകുന്നത് എന്നുണ്ട്. നേരെ റോഷൻ്റെ ഒരു ടെൻറ്റിനുള്ളിൽ അവരിയ്ക്കുന്നത്. അവിടെ കൊണ്ടുപോയി റോഷൻ നിങ്ങളുടെ സുഹൃത്ത് വന്നിരിക്കുന്നു നമ്മൾ പരിചയപ്പെടുത്തുന്നു. ഞാൻ പറഞ്ഞു സാർ ഒത്തിരി സന്തോഷം, ഞാൻ വന്ന എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു, ഷോട്ടും കണ്ടു, സന്തോഷം, ഇനി നമുക്ക് സെറ്റിൽ കാണാം, കൈ കൊടുപ്പി. ആ പുള്ളി പറഞ്ഞു അങ്ങനെ പോകല്ലേ, ഷെഫീറിനെ വിളിക്കൂ. ഷെഫീർ സേട്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സുഹൃത്തായിരിക്കുന്ന ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ അതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തെ വിളിച്ച്, ഷെഫീർ ഇദ്ദേഹം എന്നെ കാണാൻ വന്നതാണ്, എൻ്റെ ഗസ്റ്റാണ്. അദ്ദേഹം താമസിക്കുന്ന ഹോട്ടലിൽ നമ്മുടെ വണ്ടിയിൽ തന്നെ വിട്ടുകൊടുക്കണം. ഇദ്ദേഹം പൊയ്ക്കോളാം എന്നൊക്കെ പറയും, സമ്മതിക്കരുത്, പോകാൻ വേറെ വാഹനങ്ങളൊന്നുമില്ല, ഇതൊരു റിമോട്ട് ഏരിയയാണ്, അതുകൊണ്ട് നമ്മുടെ വണ്ടിയിൽ തന്നെ വിട്ടുകൊടുക്കണം, മേക്ക് ഷുവർ ദാറ്റ്, കേട്ടോ, ഓക്കെ എന്നുണ്ട്. ശരി സാർ, ഒത്തിരി സന്തോഷം എന്നുണ്ട്. എന്നെ ഷഫീർ വണ്ടിയിലേക്ക് ഇരുത്തുന്നു. വണ്ടിയിലേക്ക് ഇരുത്തുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ലാൽ സാറിൻ്റെ മാനേജർ കോസ്റ്റ്യൂമർ മുരളിച്ചേട്ടൻ ഓടി വരികയാണ്. മുരളിച്ചേട്ടൻ ഓടി വന്നിട്ട് പറയണു, അതെ ബൈ, ട്രെയിൻ എത്ര മണിക്കാന്ന് പറഞ്ഞേ? 12 മണിക്ക്. അത് കൊച്ചിയിലെത്തുമ്പോൾ ഒരുപാട് നേരം വെളുപ്പിന് ഒരു 6 മണി 7 മണിക്ക് എത്തും. എത്തിയ ഉടനെ എനിക്കൊരു മെസ്സേജ് ഇടാൻ ലാൽ സാറ് പറഞ്ഞു. ലാൽ സാറിന് ഇടാനല്ല പറഞ്ഞ്, മുരളിച്ചേട്ടന് ഞാൻ എത്തി എന്നൊരു മെസ്സേജ് ഇടണം എന്ന് പറഞ്ഞു. ഞാനിങ്ങനെ നോക്കിയിരിക്കട്ടെ, ഇതെന്തൊരു സംവിധാനമാണ്. സിനിമയുടെ ചില മേഖലകൾ വളരെ അൺഓർഗനൈസ്ഡായിട്ട് ഇങ്ങനെ സ്ട്രാറ്റേഡായി ചിതറിക്കിടക്കുന്ന കണ്ടിട്ടുള്ള ഒരാളാണ് ഞാൻ. ഒട്ടും ഓർഗനൈസ്ഡ് അല്ലാത്തൊരു മേഖലയാണെന്ന് ചില സമയത്ത് നമുക്ക് തോന്നിപ്പോകും. ഒരു സ്ഥലത്ത് ഇവിടെ ലോകത്തിലെ ഏറ്റവും മികച്ച നടനെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരാൾ അമിതമായി അദ്ദേഹത്തെ കാണാൻ ആദ്യമായി വന്ന ഒരാളെ കരുതുന്നു, അയാളെ കൺസിഡർ ചെയ്യുന്നു. ഞാൻ എൻ്റെ ആവശ്യം കഥ കേൾക്കാൻ വേണ്ടി വന്നതാണ്. കഥ പറഞ്ഞു കഴിഞ്ഞ മൊമെൻറ്റിൽ എന്നെ ഇറക്കി വിടാം. ശരി മോനെ, നമ്മളെല്ലാവരും ഇപ്പോൾ അങ്ങനെയല്ലേ, പ്രൈവറ്റ് സ്പേസ് ഇഷ്ടപ്പെടുന്നവരല്ലേ, ഒറ്റയ്ക്കിരിക്കണം, എൻ്റെ മാത്രം, എൻ്റെ സ്ഥലം, എൻ്റെ ഇടം. എൻ്റേതില്ലാതെ വരൂ, എൻ്റെ കോസ്റ്റ്യൂം കാണൂ. എന്തിന്? 40 വർഷം കഴിഞ്ഞ സിനിമയിൽ 3 നാഷണൽ അവാർഡ് മേടിച്ചു. നാട്ടുകാർ മുഴുവൻ നെറുകിൽ കയറ്റി വെച്ചിരിക്കുന്നൊരു നടൻ എന്നെ കോസ്റ്റ്യൂം കാണിക്കേണ്ട ആവശ്യം എന്താണ്? ഒരു ഷോട്ട് കഴിഞ്ഞ് മൊത്തം ആൾക്കൂട്ടത്തിലേക്ക് നോക്കി, വരും മോനെ നിങ്ങളെ തന്നെ എന്ന് പറഞ്ഞ് കരുതേണ്ട ആവശ്യം എന്താണ്? ടെൻറ്റിൽ കൊണ്ട് സംവിധാനം പരിചയപ്പെടുത്തുകയും തിരിച്ച് വണ്ടി കയറ്റി വിടുകയും നിങ്ങൾ നാട്ടിലെത്തി കഴിയുമ്പോൾ എൻ്റെ മാനേജർക്ക് മെസ്സേജ് അയക്കണം എന്ന് പറയുകയും ഞാൻ വീട്ടിലെത്തിയാൽ എന്ത്, ഇല്ലെങ്കിൽ എന്ത്, അതിലെല്ലാം കാര്യങ്ങളുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നതും നമ്മൾ പഠിക്കുന്നതും ഇവരെല്ലാം വെറുതെ മുഖം വെച്ച് നവരസങ്ങൾ കാണിച്ചുകൊണ്ട് മാത്രം വലിയ ആൾക്കാരായതല്ല. ആളുകളുടെ ഉള്ളിൽ ഹൃദയത്തിൽ ഇടം നേടിയിട്ടുണ്ടെങ്കിൽ അതിവർ വെറും നടന്മാരായതുകൊണ്ട് മാത്രമല്ല, അതിനപ്പുറത്ത് അവർക്ക് കിട്ടിയിരിക്കുന്നൊരു ബ്ലെസ്സിങ്ങും മനുഷ്യരെ കരുതുന്ന ഒരു രീതിയുണ്ട്.
അതുകൊണ്ടൊക്കെ കൂടെ നമ്മൾ കൊടുത്തതാണ് എന്ന് ഓർത്തു പോകുന്നു. ഇങ്ങനെ ദുൽഖർ ഇങ്ങനെ ഇരിക്കുന്നു. തോന്നുക എന്നുവെച്ചാൽ എങ്ങനെയുണ്ട് ചേട്ടാ? എനിക്ക് സാധാരണ ഒരു കഥ കേട്ടാൽ അത് വർക്കായോ ഇല്ലയോ എന്നുള്ളത് അപ്പം തന്നെ പറയാൻ പറ്റും. പക്ഷേ ഇവിടെ എന്തോ എനിക്കത് പറയാൻ പറ്റുന്നില്ല. സോ ക്യാൻ ഐ ടേക്ക് 1 day എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഉറപ്പായിട്ടും എടുക്കാം. ഇതേ ലൊക്കേഷനിൽ ചേട്ടന് നാളെ വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വരാമല്ലോ, നാളെ വരാം, ഒരു കുഴപ്പമില്ല.